അത് പുതിയ സംഭവമല്ലല്ലോ. എത്രയോ കാലമായി നമ്മളിത് കേട്ടുകൊണ്ടേയിരിക്കുന്നു. 2024 മറന്നുപോയോ? 2024 പ്രധാനമന്ത്രി മോദിയുടെ വലിയ പ്രസംഗം ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ മംഗല്യസൂത്രം വരെ മോഷ്ടിച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. ആർക്ക്? ആരാണോ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നത് അവർക്ക് എന്ന് പറഞ്ഞ് ഒന്നല്ല പലയിടത്ത് പ്രസംഗിച്ചു. മോദിയുടെ ഹെയ്റ്റ് സ്പീച്ചുകളുടെ എണ്ണം ഏതാണ്ട് 63 64 ആണെന്നാണ് പറഞ്ഞത്. തൊട്ട് പിന്നാലെ ആരാ? അമിത്ഷാ. തൊട്ട് പിന്നാലെ ഈ രണ്ടുപേരും കൂടെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് സ്പീച്ച് നടത്തിയവരിൽ പ്രമുഖർ എന്ന് സ്വതന്ത്ര ഇത് വിലയിരുത്തുന്ന ആളുകൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അന്ന് സംഭവിച്ചത് വലിയ ആക്ഷേപം ഉണ്ടായിട്ടും എന്തൊക്കെ പ്രകോപനം ഉണ്ടായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനങ്ങിയില്ല. അവസാനം കാത്തിരുന്നിട്ട് രാഹുൽ ഗാന്ധി ഒരു ദൈവം ഒരു വിശ്വാസം എന്ന മട്ടിൽ ചില പ്രചരണങ്ങൾ നടക്കുന്നു, അത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ വലിയ കൗലാഹലം ഉണ്ടാക്കുകയും അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെട്ടെന്ന് ഉണർന്നെഴുന്നേൽക്കുകയും ചെയ്തിട്ട് എന്താ ചെയ്തത്? രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ പേരിൽ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിന്റെ പ്രസിഡന്റിന് ഒരു കത്ത്, മോദിക്കെതിരായ പരാതി, അതുകൊണ്ട് മോദിക്കല്ല കത്തയച്ചത് അമിത്ഷായ്ക്ക്, ജെ പി നദ്ദയാണ് BJPയുടെ പ്രസിഡന്റ്. ഇതിന്റെ കളി എന്താണ്? മോദി അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ആളുകളും സ്റ്റാർ ക്യാമ്പയിനേഴ്സാണ്. ഈ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെതിരായ നടപടി തുടങ്ങിയാൽ പോലും എടുക്കില്ല എങ്കിൽ പോലും എടുത്താൽ 3-4 ദിവസം ക്യാമ്പയിൻ നടത്തിയതടക്കമുള്ള നടപടികൾ വരും. അതുകൊണ്ട് ഒരു കാരണവശാലും മോദിയുടെ മുഖത്തേക്ക് പോലും നോക്കാൻ ധൈര്യമില്ലാതെ പാർട്ടി പ്രസിഡന്റിന് പരാതി കൊടുത്തിട്ടാണ് ഈ വിഷയം അവസാനിപ്പിച്ചത്. ബാലൻസ് ചെയ്ത് എപ്പോഴാണ് അത് അനങ്ങാതെ ഇരുന്നതിന് ശേഷം രാഹുൽ ഗാന്ധി പറയുന്നത് വരെ നീട്ടിക്കൊണ്ടുപോയി 2 പേർക്കും കൊടുത്തു. 2 പേർക്ക് നടപടിയൊന്നും ഉണ്ടായില്ല. അതിൻ്റെ തനി ആവർത്തനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? 20-ാം തീയതിയാണ് മോദിയുടെ പ്രസംഗം വരുന്നത്. രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചു. പക്ഷേ കോൺഗ്രസിനെ പുലഭ്യം പറയാനാണ് വിളിച്ചത്. ഏതാണ്ട് 60 പ്രാവശ്യമോ മറ്റോ ഈ അഭിസംബോധനയ്ക്കിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. വ്യക്തമായ രാഷ്ട്രീയ പ്രസംഗമാണ് നടത്തിയത്, രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുക എന്ന പേരിൽ. എന്നിട്ട് അനങ്ങാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 ദിവസം കഴിഞ്ഞോ പിറ്റേ ദിവസമോ മല്ലികാർജുൻ ഖാർഗെ ടെററിസ്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചതിന് പറയുമ്പോൾ എല്ലാം പറയണം. മല്ലികാർജുൻ ഖാർഗെ ടെററിസ്റ്റ് എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. അതിനകത്തൊരു കുഴപ്പമുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? അതിന് മറുപടിയും പറഞ്ഞു മല്ലികാർജുൻ ഖാർഗെ, ഞാൻ ഉദ്ദേശിച്ചത് ടെററൈസിങ് എന്നതാണ് അർത്ഥം എന്ന് പറയുകയും ചെയ്തു. മോദി കമാന്നൊരക്ഷരം മിണ്ടിയില്ലല്ലോ, BJP മിണ്ടിയില്ലല്ലോ. ഇത് ദൂരദർശനെയും അതുപോലെ തന്നെ സൻസദ് TVയെയും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയെയും ഉപയോഗിച്ച് നടത്തിയ രാഷ്ട്രീയ പ്രസംഗമല്ലേ എന്ന ചോദ്യത്തിന് മോദിക്ക് മറുപടി ഉണ്ടോ? മറുപടി പറയില്ല. അത് കുറേ കാലമായി അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിലൊരു മറുപടി പോലുമില്ല. മല്ലികാർജുൻ ഖാർഗെ താൻ പറഞ്ഞതിന് ഒരു വിശദീകരണം കൊടുത്തിട്ട് പോലും മല്ലികാർജുൻ ഖാർഗെക്കെതിരെയാണ് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനകം വിശദീകരണം തൃപ്തികരമല്ല, അതുകൊണ്ട് 24 മണിക്കൂറിനകം മറുപടി തരണം. ആ മറുപടി തൃപ്തികരമല്ലെങ്കിൽ എന്തോ മൂക്കി കയറ്റിക്കളയും എന്ന മട്ടിലാണ് പറയുന്നത്. ഇതൊന്നും ചെയ്യാനല്ല, മറ്റേതിനുള്ള 2024 തനി ആവർത്തനമാണ്. ഇതിൻ്റെ ഒരു ബാലൻസിങ് ആണ് നടക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു വട്ടം കൂടെ ഉള്ളൂ. പശ്ചിമ ബംഗാളിലെ അടുത്ത ഫേസ് കൂടെ കഴിഞ്ഞാൽ വിഷയം അവസാനിച്ചു. എങ്ങനെയാണ് 2024 പ്രശ്നം അവസാനിച്ചത് അതുപോലെ ഈ കമ്മീഷനിൽ നിന്ന് നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇന്ത്യയിൽ ജീവിതം സാധാരണതയിൽ പോകും. ജനം പക്ഷേ അങ്ങനെ ആയിരിക്കില്ല വോട്ട് ചെയ്യുന്നതെന്ന് മാത്രം ഓർത്താൽ മതി.